ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ടിപ്സ്. LP-UPയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നദികളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ സിന്ധു നദിയെക്കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് ഗംഗാ നദി അല്ലേ. അപ്പോൾ ഗംഗ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ നദിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഗംഗ എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ പ്രസിദ്ധമായ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗയുടെ ഉത്ഭവം. ഇന്ത്യയിലെ പുണ്യനദി കൂടിയാണ് ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ്. അതുപോലെ ഭഗീരഥയും അളകനന്ദ നദിയും സംഗമിച്ച ശേഷം ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് വെച്ചാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന 5 നദികളാണ് ഭാഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളി ഗംഗ, പിണ്ടാർ അല്ലേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഗംഗ. ഗംഗയുടെ പ്രധാന പോഷക നദികളാണ് യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ദാമോദർ, രാംഗംഗ, ഘാഗ്ര, ഗന്ദകി, മഹാനദി ഒക്കെ ഗംഗയുടെ പോഷക നദികളാണ്. അത് 2 തരത്തിൽ തിരിച്ചിട്ടുണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെയാണ് ഗംഗയുടെ വലത് കരയിലുള്ള പോഷക നദികളും അതുപോലെ ഇടത് കരയിലുള്ള പോഷക നദികളും. വലത് കരയിലുള്ള പോഷക നദികളാണ് സോൺ, യമുന, ദാമോദർ തുടങ്ങിയവ. അതുപോലെ ഇടത് കരയിലുള്ള പോഷക നദികളാണ് രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗന്ദകി, കോസി, മഹാനദി. അപ്പോൾ നമുക്കിനി ഗംഗയുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ നദി. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്നാ? 2008 നവംബർ 4. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഏതാ? ഗംഗാതടമാണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഗംഗാതടമാണ്. ഗംഗാതടം രൂപം കൊള്ളുന്നത് നിക്ഷേപ പ്രക്രിയയിലൂടെയാണ്. ഗംഗാതടം രൂപം കൊള്ളുന്നത് നിക്ഷേപ പ്രക്രിയയിലൂടെയാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. എത്ര അതിൻ്റെ നീളം? 2525 കിലോമീറ്റർ നീളമുണ്ട്. അതുപോലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അല്ലേ. ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഉത്ഭവം. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ എന്തായിരുന്നു ഗംഗയുടെ പേരുണ്ടായിരുന്നത്? ഭാഗീരഥി എന്ന പേരായിരുന്നു. ഭാഗീരഥി എന്ന പേരിലാണ് ഉത്ഭവിക്കുന്നത്. ഏത് നദിയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങളാണ് ഭാഗീരഥിയും അളകനന്ദയും? ഭാഗീരഥിയും അളകനന്ദയും കൂടി ചേർന്നാണ് ഗംഗാ നദിയായിട്ട് മാറിയത് അല്ലേ. ഭാഗീരഥിയും അളകനന്ദയും സംഗമിച്ച ശേഷം ദേവപ്രയാഗിൽ വെച്ചാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഭാഗീരഥിയും അളകനന്ദയും സംഗമിച്ച ശേഷം ഇവിടെ നിന്നാണ് ഗംഗ എന്ന നാമത്തിൽ ഒഴുകി തുടങ്ങുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദേവപ്രയാഗിൽ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങിയത്. ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ പഞ്ചപ്രയാഗ് എന്ന് വിശേഷിപ്പിക്കുന്ന 5 നദികളാണ്. ഭാഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളി ഗംഗ, പിണ്ടാർ. ഭാഗീരഥി, അളകനന്ദ കൂടി സംഗമിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ദേവപ്രയാഗിൽ വെച്ചിട്ടാണ്. അതുപോലെ ഗംഗ, യമുന, സരസ്വതി ഈ നദികൾ സംഗമിക്കുന്നത് പ്രയാഗിൽ വെച്ചിട്ടാണ്. ത്രിവേണി സംഗമം എന്ന് നമ്മൾ പറയുന്നില്ലേ, അതാണ്. അതുപോലെ അളകനന്ദ, മന്ദാകിനി ഈ 2 നദികളും കൂടി സംഗമിക്കുന്ന സ്ഥലമാണ് രുദ്രപ്രയാഗ്. പിന്നെ അളകനന്ദ പിണ്ടാർ സംഗമമാണ് കർണപ്രയാഗ്. അതുപോലെ അളകനന്ദ ധൗളി ഗംഗാ സംഗമമാണ് വിഷ്ണുപ്രയാഗ്. ഇങ്ങനെ ഗംഗാ സംഗമങ്ങൾ ഒരുപാടുണ്ട് അല്ലേ. ഭാഗീരഥി അളകനന്ദ സംഗമിച്ച് ദേവപ്രയാഗ് എന്ന് വെച്ചിട്ടാണ്. അതുപോലെ ഗംഗ, യമുന, സരസ്വതി ത്രിവേണി സംഗമം നടക്കുന്നത് പ്രയാഗിലാണ്. പിന്നെ അളകനന്ദ മന്ദാകിനി സംഗമം രുദ്രപ്രയാഗ്, അളകനന്ദ പിണ്ടാർ സംഗമം കർണപ്രയാഗ്, അളകനന്ദ ധൗളി ഗംഗ സംഗമം നടക്കുന്നത് വിഷ്ണുപ്രയാഗ്. ഓക്കെ. ഗംഗാനദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശാണ്. അവിടെ 1450 കിലോമീറ്റർ ദൂരത്തിൽ ഒഴുകുന്നുണ്ട്.
ഏത് നദിയുടെ തീരത്താണ് വാരാണസി? വാരാണസി ഏത് നദിയുടെ തീരത്താ? ഗംഗാ നദിയുടെ തീരത്താണ് വാരാണസി. വരുണ, അസി എന്നീ 2 പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലമാണ് വാരാണസി അല്ലേ. വരുണയും അസിയും കൂടി ചേർന്നതാണ് വാരാണസി. ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന നദിയാണ് ഗംഗ. ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഗംഗ. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണതാ? ഗംഗയാണ് അല്ലേ. ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഗംഗാ നദി ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചിട്ടാണ്. ഗംഗാ നദി ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചിട്ടാണ്. ഉത്തരേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗംഗാ നദിയാണ് അല്ലെ. ഉത്തരേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗാ നദി. ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജലാതിർത്തി സ്ഥിതി ചെയ്യുന്ന നഗരം അംബാല. ബ്രഹ്മപുത്രയ്ക്കൊപ്പം ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്ന നദിയാണ് ഗംഗ. ബ്രഹ്മപുത്രയ്ക്കൊപ്പം ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്ന നദി ഗംഗ. ഗംഗാ നദിയുടെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണമാണ് കാൺപൂർ. ഗംഗാ നദിയുടെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണമാണ് കാൺപൂർ. ഗംഗയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗമാണ് ഗംഗാ ഡോൾഫിൻ. ഗംഗയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗമാണ് ഗംഗാ ഡോൾഫിൻ. ഈ ഗംഗാ ഡോൾഫിൻ തന്നെയാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഗംഗാ ഡോൾഫിൻ. ഏത് നദിയും യമുനയും സംഗമിക്കുന്നതിന് സമീപമാണ് അലഹബാദ് എന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഗംഗയും യമുനയും സംഗമിക്കുന്നിടത്താണ് എന്ത്? അലഹബാദ് അല്ലേ. ഗംഗയും യമുനയും സംഗമിക്കുന്നത് അലഹബാദിൽ വെച്ചിട്ടാണ്. പ്രയാഗ്രാജ്, അലഹബാദിലെ പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ്. ബീഹാറിൻ്റെ തലസ്ഥാനമായ പാട്ന ഏത് നദിയുടെ തീരത്താ? ഗംഗാ നദിയുടെ തീരത്താണ് ബീഹാറിൻ്റെ തലസ്ഥാനമായ പാട്ന സ്ഥിതി ചെയ്യുന്നത്. ഹരിദ്വാറിൽ വെച്ച് സമതല പ്രയാണം ആരംഭിക്കുന്ന നദിയാണ് ഗംഗ. ഋഷികേശ് ഏത് നദിയുടെ തീരത്താ? ഗംഗാ നദിയുടെ തീരത്താണ് ഋഷികേശ് ഗംഗാ നദിയുടെ തീരത്താണ്. ഗംഗയ്ക്ക് കുറുകെ ഋഷികേശിലുള്ള തൂക്കുപാലങ്ങൾ രാംചൂലയും ലക്ഷ്മൺ ചൂലയുമാണ്. ഹൂഗ്ലി നദി ഏതിൻ്റെ കൈവഴിയാണ്? ഗംഗാ നദിയുടെ കൈവഴിയാണ് ഹൂഗ്ലി. ഭീഷ്മരുടെ മാതാവ് ആരാ? ഗംഗയാണ് കേട്ടോ. ഭീഷ്മരുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഗംഗ. ഹൈന്ദവ വിശ്വാസപ്രകാരം ഏത് നദിയാണ് ഭഗീരഥൻ എന്ന രാജാവ് തപസ് ചെയ്ത് ഭൂമിയിലേക്ക് ഒഴുകിയത്? ഗംഗാ നദിയെയാണ് തപസ് ചെയ്തിട്ട് ഭൂമിയിലേക്ക് ഒഴുക്കിയത്. ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവന്റെ ജടയിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരാ? ശിവന്റെ ജടയിൽ ഒളിഞ്ഞിരിക്കുന്ന നദിയാണ് ഗംഗാ നദി. ഗംഗാ നദിയുടെ ഏറ്റവും നീളം കൂടിയ കൈവഴിയാണ് ഹൂഗ്ലി. ഏറ്റവും നീളം കൂടിയ കൈവഴി ഹൂഗ്ലി. ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ. ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ. ഏത് നദി ബ്രഹ്മപുത്രയുമായി ലയിച്ചൊഴുകുമ്പോഴാണ് അതിൻ്റെ കീഴ്ഭാഗം വെള്ളപ്പൊക്കത്തിൽ നിരവധി സ്മാരകങ്ങളെ തകർത്തിട്ടുള്ളതിനാൽ കീർത്തിനാശിനി എന്ന് വിളിക്കപ്പെടുന്നത്? ഗംഗാ നദി. ഗംഗാ നദി ബ്രഹ്മപുത്രയുമായി ലയിച്ചൊഴുകുമ്പോഴാണ് കീർത്തിനാശിനി എന്ന് വിളിക്കപ്പെടുന്നത്. ഏത് നദിയാണ് ബംഗ്ലാദേശിൽ പദ്മ, കീർത്തിനാശിനി എന്നിങ്ങനെ അറിയപ്പെടുന്നത്? ഗംഗാ നദിയാണ് അല്ലേ. ബംഗ്ലാദേശിൽ പദ്മ, കീർത്തിനാശിനി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഗംഗാ നദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ജലഗതാഗതം സുഗമമാക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി മോഡൽ ടെർമിനൽ നിലയിൽ വന്ന നദിയാണ് ഗംഗ. ഗംഗയിലെ വാരണാസി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീവ്യൂഹമാണ് ഗംഗാ നദി അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീവ്യൂഹമാണ് ഗംഗാ നദി. കോസി എന്ന പോഷക നദി ഏത് ഇന്ത്യയാണ്? ഗംഗയുടെയാണ് അല്ലേ. ഗംഗാ നദിയുടെ പോഷക നദിയാണ് കോസി. ഗംഗാ നദിയുടെ പോഷക നദിയാണ് കോസി. ഇന്ത്യയിലെ ഏറ്റവും പുണ്യ നദിയാണ് ഗംഗ. നദിക്ക് കുറുകെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ പാലം മഹാത്മാഗാന്ധി സേതു പാലം അത് ഗംഗാ നദിയിലാണ്. ഗംഗാ നദിക്ക് കുറുകെ വിക്രംശില സേതു, രാജേന്ദ്ര സേതു പാലങ്ങൾ എന്നീ പാലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ബീഹാറിലാണ് അല്ലേ. ഗംഗാ നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് ഗംഗാസാഗർ ദ്വീപിൽ വെച്ചിട്ടാണ്. ഗംഗാ നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് ഗംഗാസാഗർ ദ്വീപിൽ വെച്ചിട്ടാണ്.
ഗംഗയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ഗംഗാസാഗർ ദ്വീപ്. ഗംഗയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ഗംഗാസാഗർ ദ്വീപ്. 1954 കോസി റിവർ ബാരേജ് കരാർ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യ, നേപ്പാളും. 1959 ഗാണ്ടക് റിവർ ബാരേജ് കരാർ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും നേപ്പാളും. 1996 ഗംഗാനദി ജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും ബംഗ്ലാദേശും. 1996 മഹാകാളി സന്ധി ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും നേപ്പാളും. ഗംഗയെ മലിനീകരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1986. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയത് 1986. ഗംഗ ആക്ഷൻ പ്ലാൻ പദ്ധതിക്ക് തുടക്കമിട്ട പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. ഗംഗാ ശുചീകരണത്തിനായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നമാമി ഗംഗ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗംഗാ ശുചീകരണത്തിനായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നമാമി ഗംഗ. നമാമി ഗംഗ പദ്ധതി പ്രകാരം ഉത്തർപ്രദേശിലെ 5 ഗ്രാമങ്ങളെ ദത്തെടുത്ത ഇന്ത്യയിലെ IIT ആണ് കാൺപൂർ. ഗംഗാ നദിയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളാണ് ഗംഗാഗ്രാം, ന്യൂസജൽ പ്രൊജക്ട്, ഗംഗോത്രി സ്വച്ഛ് ഐക്കോണിക് പ്ലസ്. ഗംഗാ ശുചീകരണവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ നടപ്പാക്കുക എന്ന ലക്ഷ്യവുമായി രൂപം കൊണ്ട സൊസൈറ്റിയാണ് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. ഗംഗാ നദിയിലെ ജീവൽ സമ്പത്ത് കണക്കാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ ആദ്യമായി ഒരു നദീജല സെൻസസിന് തുടക്കം കുറിച്ച സൊസൈറ്റിയാണ് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. ക്ലീൻ ഗംഗ മിഷന് 120 മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ച രാജ്യമാണ് ജർമ്മനി. കുട്ടികളിൽ ഗംഗാ നദിയുടെ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം നൽകുവാൻ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ സംഘടിപ്പിച്ച ബോധവൽക്കരണ മേളയാണ് ബാൽഗംഗ മേള. ബാൽഗംഗ മേളയ്ക്ക് വേദിയായ നഗരമാണ് നോയിഡ. ഗംഗാ നദിയിലെ ഏത് പദ്ധതിക്കാണ് ലോക ബാങ്ക് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ടത്? ജൽമാർഗ് വികാസ് പ്രൊജക്ട്. ഗംഗാ നദീതീര പട്ടണങ്ങൾ വാരാണസി, കാൺപൂർ, അലഹബാദ്, ലക്നൗ, പാറ്റ്ന, ബക്സ, ഭഗൽപൂർ, ഹരിദ്വാർ, ബദരിനാഥ് ഇവയൊക്കെ ഗംഗാ നദീതീരത്തെ പട്ടണങ്ങളാണ്.